ബ്രോ നമ്മളാടാ വാ കേറ് കേറ് ഞാൻ കേറി പിടിക്കട്ടെ. എടാ കേക്കുന്നില്ലേ വാ കേറ് കേറ് കിഡ്നാപ്പല്ല കേറ് ഇനി റിക്വസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ഒന്നും ആവണല്ലോ കേട്ടോ ഒറിജിനൽ വണ്ടി പോലെ തന്നെ ഒറിജിനൽ പോലെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒറിജിനല്ലേ നീ വല്ലോ അറിഞ്ഞോ ബാബു എന്തൊരു പള്ളി ഇവിടെ സ്കൂള് തുടങ്ങി സ്കൂളാ അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്ന സ്കൂളാ ആര് തുടങ്ങി ആരായിരിക്കും ഇവിടെ ഒരു സ്കൂള് തുടങ്ങാൻ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു സ്കൂള് തുടങ്ങാൻ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ ആരായിരിക്കും മള്ളി ഈ സിറ്റിയിൽ തന്നെ ആകെ വിവരവും വിദ്യാഭ്യാസം ഉള്ള 2 പേരേ ഉള്ളൂ ഒന്ന് ഞാൻ ഒന്ന് മുതലാളി പിന്നെ വേറെ ആരുണ്ട് സത്യം ഞാൻ ഇനി ചിരിക്കരുത് സ്കൂള് തുടങ്ങിയത് എലി സ്കൂൾ തുടങ്ങി വൈസ് പ്രിൻസിപ്പൾ ആരാന്നറിയോ മെന്നറ്റാംസ് ചെയർമാൻ ആരാന്നറിയോ ടി.വി. ജോക്കി മള്ളിക്ക് കാര്യം മനസ്സിലായില്ലേ വൃദ്ധസദനാലയം സ്കൂളല്ല പരിപാലന കേന്ദ്രം സത്യല്ലേ അവിടുത്തെ പിള്ളേർക്ക് മിനിമം 60 വയസ്സ് ഞാനത് കണ്ടപ്പോഴേ പറഞ്ഞടാ ഇത് വയസ്സായ ആൾക്കാർക്ക് 10ാം ക്ലാസ് ഒക്കെ എഴുതിയെടുക്കാൻ വേണ്ടിട്ട് ഉള്ള എന്തോ ഒരു സെറ്റപ്പ് പരിപാടിയാണ് അതാണ് സംഭവം ഇനി ഓക്കുകളുടെ കാലം ക്ലിപ്പിലാണ് ബാബു സ്കൂള് കാണണോ കാണിച്ചു തരാം വെയിറ്റ് ആയ കാലത്തോ പോകാൻ പറ്റിയില്ല ബാബു മള്ളി സ്കൂള് ഇതാണ് സ്കൂൾ ഇതേ കണ്ട എലി വിദ്യാലയ ഇവിടെ 2 പേരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് മനുഷ്യനെ കുരങ്ങൻ 2 പേർക്ക് അഡ്മിഷൻ എടുക്കാം ഇപ്പൊ സിറ്റിയിലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനെ കാറ്റഗറി ഉള്ളൂ സിറ്റിയിൽ ഒന്ന് മനുഷ്യനും ഒന്ന് കുരങ്ങനിലും മനുഷ്യനാവാൻ ശ്രമിക്കുന്നതും ഇപ്പൊ ഇവിടുത്തെ സിറ്റിയിലത്തെ എല്ലാ മാർക്കറ്റിംഗും അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചിപ്സ് ഇറക്കിയിട്ട് ബോത്ത് ഗുഡ് ഫോർ ഹ്യൂമൻസ് ആൻഡ് മങ്കീസ് എന്ന് അതിൽ എഴുതിയേക്കണ് ഇപ്പൊ അങ്ങനെയാണ് സിറ്റിയിലെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് എല്ലാത്തിലും വാ കാണിച്ചുതരാം വാ ഓഫീസ് റൂം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോ വാ 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 ഇവിടെ 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 എവിടെ ആ എലിയുടെ ഫോട്ടോ ഉണ്ടല്ലോ ഫ്രണ്ടിലെ പച്ച കളറിലെ അവിടല്ല ബാക്കിലാണ് എലിയുടെ ഫോട്ടോ ഉള്ളത് ചത്തുപോയ ക്യൂൻ എലിസബത്തോ നല്ല പഴക്കമുണ്ടല്ലോ ഇതൊക്കെ എല്ലാത്തിനും പിന്നെ ഫോട്ടോയ്ക്കകത്ത് ഉള്ളിലുള്ളതിനും എല്ലാത്തിനും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നോക്കടാ ഇത് നോക്ക് സുമതി അമ്മായിയുടെ ഫോട്ടോ വരെ വെച്ച് ഇവിടെ എന്റെ വെച്ചിട്ടില്ല കണ്ട മൊള്ളി ഈ കാറ്റഗറിയിലുള്ളതാണ് മൊള്ളി നോക്കിയേ പ്രായം നോക്കിയേ 70 55 65 85 90 അവിടെ ഇങ്ങനെ 3 ഇത് അപ്പാപ്പനല്ലേ ഓ അപ്പാപ്പൻ മരിച്ചില്ലേ അപ്പാപ്പനുണ്ടായിരുന്നു നീ ഇപ്പഴേ ശ്രദ്ധിച്ചേ അയ്യോ ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ പുള്ളിയെ കുറെ നാളെ കണ്ടിട്ടില്ല മുരളിയെ കാണാതിരുന്നപ്പോഴും മുരളിയെ കൊന്നറിഞ്ഞില്ലേ എന്നെ അതാ പറഞ്ഞ ഒരാളെ കുറച്ച് നാള് കാണാതിരുന്ന നീ മറ്റേ മരിച്ചെന്ന് കൂട്ടുന്ന തരത്തിലാണ് നീ എടാ എന്നാലും അല്ലല്ല ഞാൻ വയസ്സിന്റെ കാര്യം വിട്ടേരടാ ബാബു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്ര ഇതില് ഇവരിലൊക്കെ വെച്ച് നോക്കിയ എന്റെ വാല്യൂ എന്തായിരുന്നു ബാബു അവളുടെ ലൈഫിൽ എന്റെ ചോദ്യം അതാ മുള്ളിക്ക് നല്ല വാല്യൂ ഉണ്ട് മുള്ളി അതല്ലേ മുള്ളി രക്ഷപ്പെട്ടത്
എടാ ഒരു ഇതിന്റെ കൂടെ പോയി സിറ്റി വന്നിട്ട് ഇപ്പൊ ഈ അടുത്ത ആഴ്ച 5 വർഷം തികയും. മെന്നിയുടെ ഒക്കെ ഫോട്ടോ. മുള്ളി ഞാൻ ഒരു കാര്യം പറയാം. ഇതാരാ എനിക്ക് മനസ്സിലായില്ല. ഇതാരാ ഇത് ജോണിയപ്പാപ്പനോ? ഓക്കെ ഓക്കെ. അപ്പൊ പ്രായം നോക്കി തന്നെ ആയിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. സത്യം മുള്ളി ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്ക് പ്രായം കൂടിയവരോട്ടായിരുന്നു താല്പര്യം. മീൻസ് കമ്പനി അടിച്ചിറക്കാൻ. എനിക്ക് തീരെ താല്പര്യം ഇല്ല എന്തായാലും അവളോട്. ഇപ്പം അവളോടുള്ള താല്പര്യം പോയി. എനിക്കും പ്രായം കൂടിയവരോട് കമ്പനി അടിക്കാൻ താല്പര്യമില്ല. എനിക്കും പ്രായം കൂടിയെടുത്ത് കമ്പനി അടിക്കാൻ താല്പര്യമില്ല. സത്യമാണോ അത്? അത്രേ ഉള്ളൂ. ആണോ? പിന്നെ ഇവിടുത്തെ ഓണേഴ്സിന് വരി തന്നെ, ഇവിടുത്തെ അഡ്മിഷന് വരി തന്നെ. ഇവിടെ അല്ലാതെ വേറെ ആരും. ഞാനിവിടെ ഇവർക്ക് കോമ്പറ്റീഷൻ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞപ്പം നമ്മുടെ പ്രേക്ഷകരെല്ലാം ഒരേ സ്വരത്തിൽ സ്കൂളിന്റെ പേര് പിത്തൽജി മെമ്മോറിയൽ നടന്നു. ശരിക്കും ഈ സ്കൂളിന്റെ പേരാണ് പള്ളി. നമ്മളെങ്കിലും അവിടെ തുടങ്ങണം. കൂട്ടത്തില് മരിച്ചു പോയവരെ പറ്റി ഇവർക്കൊരു ബോധം വേണ്ടേ? എനിക്ക് കൊറേ നാള് പൂച്ചയും വെച്ചോണ്ട് നടന്നേലേ. സത്യം എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ പിത്തൽജി മെമ്മോറിയൽ ഇട്ടല്ലേ ഇതിന്. സത്യം ഞാനായിരുന്നു ഈ ഓഫീസ് റൂമിൽ ആദ്യം പിത്തൽജിയുടെ ഫോട്ടോയും ഒരു തിരിയും വെച്ചിട്ടേക്കാരുള്ളത്. ഇത്രയൊക്കെ ഉള്ളടാ മരിച്ചു പോയാൽ നമ്മളൊക്കെ ആരും ഓർക്കാൻ. കൂടെ നടന്നവരെ പോലും ഓർക്കില്ല. മലയാളിക്ക് ധൈര്യമായിട്ട് മരിക്കാറോ? ഞാൻ ഗ്യാരണ്ടി. അതെന്താ? മള്ളി ഒരിക്കൽ മരിച്ചപ്പോ കണ്ടില്ലായിരുന്നോ? ഇല്ല, എന്നെ ഓർമ്മിപ്പിക്കില്ല. ജീവിച്ചിരിക്കുമ്പോ തന്നെ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ നീ എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നമുക്ക് ഓപ്പോസിറ്റ് സ്കൂൾ തുടങ്ങുന്നതിനോട് എന്താണ് അഭിപ്രായം? അഥവാ ഈ സ്കൂൾ സക്സസ് ആയ? ഈ സ്കൂൾ സക്സസ് ഇത് ചാൻസ് 1% പോലും ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ തുടങ്ങാൻ പള്ളി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നാമത്തെ കാരണം തോന്നിരിക്കാം ചിരിച്ചോണ്ട് ചെവരില്. രണ്ടാമത്തെ കാരണം തൊട്ട സൈഡില് കണ്ണാടി വെച്ചോണ്ടിരിക്കുന്നു. ഇതൊന്നും ഇല്ലെങ്കിലും വേറൊരു കാരണം കാറിന്റെ വണ്ടിയിരിക്കണം. മതിയല്ലോ. ഇതൊക്കെ ചേർന്ന് സ്കൂള് നടത്താനോ? ഒറ്റ സെക്കൻഡിൽ 3 പേരെ വെട്ടിയില്ല നീ. 3 കാരണങ്ങളുണ്ട് പള്ളി സ്കൂള് ചരിത്രമാതിരിക്കാൻ. അല്ല മെഞ്ഞ സ്കൂൾ തുടങ്ങി ഏത് വിഷയം എടുക്കും? മലയാളോ? സൂപ്പറായിരിക്കും. ഞാനത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. മലയാളമായിരിക്കും അത് വെന്നി പഠിപ്പിക്കണത്. എടാ ഞാൻ വേറൊരു കാര്യം പറയാം ബാബു. ഇവര് സ്കൂളാണ് തുടങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്തിട്ടാണേലും ഇവിടെ ഇനിയിപ്പോ എന്തേലും കഴിച്ച് ചെറുതായിട്ടുമെങ്കിലും ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കണം. ആ മള്ളി അതത്രേ ഉള്ളൂ. നമുക്ക് അഡ്മിഷൻ എടുത്തിട്ട് നമ്മുടെ ഒരു 3 ക്വസ്റ്റ്യൻ ഇവിടെ ആദ്യം ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കണല്ലോ. അതെ അതെ അതെ. പക്ഷെ നമുക്ക് ചെറുതാവേണ്ടി വരും. ചെറുതാ വേണ്ടി വരുമോ? മള്ളിക്ക് ശരീരം മാത്രം ചെറുതാക്കിയതല്ലോ ഇനി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് കേട്ടാ. കാരണം മുലലിക്ക് അറിയാലോ മുലലിയെ പറ്റി. ഒന്നും മാറ്റണ്ട, നേരെ വന്നിരുന്നാ മതി. പള്ളി ഞാനൊരു കാര്യം കൺവേർട്ട് ചെയ്യാൻ നോക്കിയതാണ്, അതും സമ്മതിച്ചില്ല ആരും. സമ്മതിച്ചില്ല സത്യം. മള്ളിയല്ലേ ഇത് സക്സസ് ആയി നമ്മളൊന്ന് പഠിച്ച എന്തായാലും സത്യം. ബ്രോ വണ്ടി ഇരിക്കില്ലേ ബ്രോ? മിസ്റ്റർ എക്സ് വിളിക്കുന്നോ? സ്പീക്കറിൽ. ഹലോ അസ്സലാമലൈക്കും. ലീഗൽ അഡ്വൈസർ. സാർ പറഞ്ഞോ. സോ രായനോ ആരേലും ഉണ്ട് ഇന്ന് വന്നിട്ടില്ല. ഓക്കെ എനിക്ക് ആരെയും ഒന്ന് കാണാൻ പറ്റുമോ? ഒരു അർജന്റ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ തിരക്കിലാണ്? പറഞ്ഞു. എവിടെ വരണം? അല്ല നമുക്ക് പുറത്ത് വെച്ച് കാണാം. അതെ എവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങോട്ട് വരാം, ഗ്യാങ് ഹൗസിലേക്ക് വരാം. ഓക്കെ എന്നാ ഗ്യാങ് ഹൗസിലോട്ട്. ശരി, താങ്ക് യു. ആരാ മിസ്റ്റർ എക്സ് ഗ്യാങ്ങിന് മുകളിലുള്ള ഒരു അമ്മ അല്ല, അതുപോലത്തെ ഒരു സംഭവം. എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന മോലാലിയാണല്ലോ. ഇന്ന് ഞാൻ മോലാലി പറയുന്നുണ്ടല്ലോ. വല്ലാത്ത കഴയാ, ചില്ലറ കഴയല്ലത്. അതെ അത് എന്നെ പോലെ എല്ലാരും മിണ്ടാതിരിക്കണമെന്നല്ലോ ബാബു. ഞാനൊരു ബന്ധം സ്നേഹബന്ധം മൊലാലിയെ പോലെ റൗണ്ട് ആയിട്ടുള്ള ഒരു തറയായിട്ടുള്ള ഒരു മനുഷ്യനെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം മൊലാലി ഡൗൺ ടു എർത്താണ്. അതെ എങ്ങനെയും എർത്തിന്റെ അടി പോയാൽ
അതുകൊണ്ട് അധികം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. രായൻ അല്ലെങ്കിൽ സരക്കായിരിക്കും നിങ്ങളായിട്ടെല്ലാം ഡീൽ ചെയ്യുന്നത്. വരും അകത്തോട്ട് അതെ ഞങ്ങൾ രണ്ടും എപ്പോഴും ബിസി ആയിരിക്കും അതാണ്. അതെ അതെ നോർമലി രായനുമായിട്ടായിരുന്നു ഞാൻ കോണ്ടാക്ട് മൊത്തം. അതെ ഓ അതെ ലോ ലെവൽ ഫുൾ അവനാണ് ഹാൻഡിൽ ചെയ്യാറ് സാധാരണ. അതാണ് നമ്മള് ഹൈ ലെവലായിട്ട് ഓ സോറി ഹൈ ലെവൽ ആയിരുന്നു. അല്ല ഞങ്ങൾക്ക് അറിയില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ കുറെ നാൾ കേസാണ് വന്നിരുന്നത്. ആൾക്കൊരു പോൾട്രി ഫാം ഉണ്ട്, അപ്പം അവിടെ ആയിരിക്കും ഫുൾ ടൈം. നമ്മൾ ഞാൻ അതുകൊണ്ട് ഫുൾ തറയിലുള്ള ലോ ലെവൽ കച്ചവടമാണ് ഞാൻ നോക്കുന്നത്. അല്ല ഇപ്പൊ കോഴി എപ്പോഴും പറയുന്നതാണല്ലോ. അതെ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇറച്ചി അല്ല വേണ്ട, പുള്ളിക്ക് കൊടുക്കണ്ട. ഇരുന്നു അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് ബാബു നമ്പൂതിരി. ഓക്കെ, ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അല്ല എന്റെ പേര് മാറ്റ് മർഡോക്ക്. മാറ്റ് മർഡോക്ക്. ഞങ്ങൾ എന്ത് വിളിക്കണം? എന്നെ മാറ്റ് എന്ന് വിളിച്ചാൽ മറ്റേ ആളുടെ പേരെന്താ? എന്റെ പേര് സാത്തൻ സേവ്യർ. സാത്താൻ സേവ്യർ. ഇരുന്ന് സംസാരിക്കും. വീട്ടിൽ വന്നിട്ട് നിങ്ങൾ നിൽക്കല്ലേ നിങ്ങൾ? സാത്താൻ ഇരിക്കും. സാത്താൻ ഇരിക്കും. സാത്താൻ കുഴപ്പമില്ല, ഞാൻ അവിടെ നാളെ കത്തുന്നുണ്ടേ. ഞാൻ മിസ്റ്റർ എക്സിന്റെ ലീഗൽ അഡ്വൈസർ ആണേ. ഓ സോ കഴിഞ്ഞ ദിവസം ഞാൻ രായനെ കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമുക്കൊരു അർജന്റ് ആയിട്ട് ഒരു വക്കീലിനെ ആവശ്യമുണ്ടായിരുന്നു. ഐ മീൻ ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടി. ബാലഗോപാൽ മാരാർ. പുള്ളി സിറ്റിയിൽ അവൈലബിൾ അല്ല എന്നൊക്കെ പറഞ്ഞു. അയ്യോ, പുള്ളി ഒരു 50 ദിവസത്തേക്ക് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ബെറ്റർ വക്കീൽമാരുണ്ട്. ബാബു മറ്റേ വക്കീല് റെഡി അല്ലേ? ആളുടെ പുള്ളിയുടെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ബാബു ഗോപാൽ മാരാർ. പുള്ളിയുണ്ട്. നമ്മുടെ മെയിൻ 2 വക്കീലന്മാർ ഇവർ രണ്ടുപേരാണ്. ഇനി ഒരു 50 ദിവസത്തേക്ക് പക്ഷെ ബാലൻ വക്കീൽ ഉണ്ടാവില്ല. പക്ഷേ ഈ ബാബുഗോപാൽ മാരാർ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മൾ ഇതിനെ കുറച്ച് പാടുപെട്ട ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ 10 കോടി. പക്ഷേ കേസ് ചെയ്യാൻ പറ്റും. കേസിന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെ നിങ്ങൾ ജയിക്കും. ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് അവര് ജയിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും കേസ് ജയിക്കാൻ ഒരു 0.5% ആണ് ചാൻസ് എങ്കിൽ പുള്ളിയുടെ അടുത്ത് പോയത് 100% ആക്കി മാറ്റി തരും. പക്ഷേ ഈ പെർസെന്റേജ് അനുസരിച്ച് സിറ്റിംഗ് ചാർജ് മാറും കേട്ടോ. ഒരു തവണ വന്ന് സിറ്റ് ചെയ്താൽ മതിയാവും. മതിയാവും. ബാക്കി എല്ലാവരും സ്റ്റാൻഡപ്പ് ചെയ്ത് വിട്ടോളൂ. കേസ് പീഡിക്കെതിരെ ഇൻട്രസ്റ്റിംഗ്. സോ നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവരുമായിട്ടൊന്ന്. അതൊന്ന് പറഞ്ഞ് പീഡിയായിട്ട് നമുക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്കും കേസ് ജയിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഇത് നമ്മൾ ഏറ്റെടുത്ത് വേണം. ഞാൻ വക്കീലിനെ ഒന്ന് വിളിച്ചു ചോദിക്കണോ? ഒരു മിനിറ്റ്, എന്നാ ഞാൻ ചോദിച്ചിട്ട് ഒരു സെക്കൻഡ്. എങ്ങനെ ഏറ്റെടുക്കുമല്ലേ? ഒന്നുമില്ല. ഒന്നത്തെ കാര്യം, അഥവാ പീഡി ഇപ്പം കേസ് ഏറ്റെടുത്തിട്ട് കേസ് ജയിച്ചാലും പീഡി ഗണ്ണ് കൊടുത്തില്ലേ പോലെ ഇവരെ 5 കോടി മനസ്സിലായാലും 30 ലക്ഷത്തിന് ഒരു ഗണ്ണ് വാങ്ങിച്ച് ഇവർക്ക് കൊടുത്താൽ മതി. എന്റെ പോയ 3 കോടിക്ക് ഞാൻ 5 കോടി കൊടുക്കാൻ തയ്യാറാണ്. ആ സ്കീമാണ്. ഒരു സീരിയല്ല, ധൈര്യം ഏറ്റെടുക്കാം. അഡ്വാൻസ് മേടിച്ചു വെക്കാം കേട്ടാ. അതിന് ആദ്യമേ ഒരു തോക്ക് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് പിന്നെ 2 റൗണ്ടോടെ 2 വട്ടോടെ കോടതി എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് 2 ഹിയറിംഗിന്റെ പൈസ കൂടെ മേടിക്കാം. രണ്ടാമത് വേണമെങ്കിൽ ഒരു കോടതി തന്നെ നമുക്ക് ഉണ്ടാക്കാം. വക്കീല് നമ്മളെ ജഡ്ജി നമ്മള് കണ്ണ് നമ്മൾ അവിടെ വെച്ച് തന്നെ കൊടുക്കും. സത്യം കണ്ണും പൊട്ടി വെച്ച് പറയാ. സത്യം.